എല്ലാവർക്കും നമസ്കാരം. മറുനാടൻ മലയാളിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളോടൊപ്പം ഇന്നുള്ളത് സംഗമേശ്വർ മാണിക്യമാണ്, ഡിജിറ്റൽ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റ് ആണ്. സർ നമസ്കാരം. നമസ്കാരം മനുജ. നമ്മൾ മലയാളികളെ സംബന്ധിച്ച് മാത്രമല്ല, കഴിഞ്ഞ കുറേ നാളുകളായി പല പ്രമുഖരും, നമ്മൾ വിദ്യാസമ്പന്നരാന്ന് വിചാരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ വളരെ സാധാരണക്കാർ എല്ലാവരും ചെന്ന് പെടുന്ന ഒരു കുടുക്കായി മാറിയിരിക്കുകയാണ് ഡിജിറ്റൽ അറസ്റ്റ്. അത് 10,000 നഷ്ടപ്പെട്ടവരുണ്ട്. പല വാർത്തകളും നമ്മളോട് റിപ്പോർട്ട് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നത് സ്വകാര്യ ലോണുകൾ എടുത്ത് പണം അടച്ച ആളുകളുണ്ട്, കോടിക്കണക്കിന് രൂപ കൊടുത്തവരുണ്ട്. ഇന്ന് രാവിലെയും കൂടി ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സർ, എന്താണ് ഡിജിറ്റൽ അറസ്റ്റ്? അത് നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ സാധിക്കുക? ഒരുപാട് ആളുകൾ ഇതിൽ കുടുക്കിലാവുന്നുണ്ടല്ലോ. തീർച്ചയായും ഈ ഡിജിറ്റൽ അറസ്റ്റ് അല്ലെങ്കിൽ വെർച്വൽ അറസ്റ്റ് എന്ന് പറയുന്നത് നമ്മള് ഒരാളെ ഒരു കുറ്റകൃത്യം ചെയ്തു, ഞങ്ങൾ അത് കണ്ടുപിടിച്ചു, അത് കാരണം നിങ്ങളെ ഞങ്ങൾ ചോദ്യം ചെയ്യുകയാണ് എന്ന് പറഞ്ഞ് ഒരു ഫോണിന്റെയോ കമ്പ്യൂട്ടറിന്റെയോ ക്യാമറ ഓൺ ചെയ്ത ശേഷം ക്യാമറയുടെ മുന്നിലിരുത്തി വേറെ ആരുമായും കോണ്ടാക്ട് ചെയ്യാൻ യാതൊരു സാധ്യതയും കൊടുക്കാത്ത രീതിയിലുള്ള ഒരു മണി എക്സ്റ്റോർഷൻ ടെക്നിക്കാണ്. അതായത് പണം തട്ടിക്കുന്ന ഒരു രീതിയാണ്. ഫിയർ സൈക്കോസിസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ പുറകിൽ. അപ്പൊ ഇതില് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ചില ഡേറ്റ പോയിന്റ്സ്, അതായത് ചില സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ പറയാനുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ 2024 നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 4 മാസം ഏതാണ്ട് 7.5 ലക്ഷത്തോളം സൈബർ ക്രൈം കംപ്ലൈന്റ്സ് ആണ് ഇന്ത്യ ഒട്ടാകെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, ഇത് നമ്മൾ 7.5 ലക്ഷം കാര്യങ്ങളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഇത് എവിടെ നിന്നാണ് നമുക്ക് ഈ നമ്പർ കിട്ടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ, അതായത് IC4 എന്ന് പറഞ്ഞിട്ടുള്ള ഓർഗനൈസേഷൻ ഉണ്ട്. അവരാണ് ഈ ഡീറ്റെയിൽസ് ഒക്കെ പബ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ ഒരു 4 മാസം കൊണ്ട് ഏതാണ്ട് 7 ലക്ഷം സൈബർ ക്രൈം കംപ്ലൈന്റ്സ് ആണ് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. 1800 കോടിയാണ് ഇൻവെസ്റ്റ്മെന്റ് തട്ടിപ്പുകളാവട്ടെ, അല്ലെങ്കിൽ സെക്സ്റ്റോർഷൻ തട്ടിപ്പുകളാവട്ടെ, ഡിജിറ്റൽ അറസ്റ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫ്രോഡ്, അതായത് ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള സമയത്ത് നടന്ന കാര്യങ്ങളാണ് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിൽ റിപ്പോർട്ട് ചെയ്യാത്ത കാര്യങ്ങൾ ചിലപ്പോൾ ഇതിലും തീർച്ചയായും കൂടുതലായിരിക്കും. അപ്പോ അവർ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, IC4 അതായത് ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്ററിന്റെ രേഖകൾ പ്രകാരം മെയ് 2024 ഒരു ദിവസം ഏതാണ്ട് 7000 സൈബർ ക്രൈം കംപ്ലൈന്റ്സ് ആണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞാൽ 2021 മുതൽ 2023 വരെയുള്ള സമയത്ത് ഈ സൈബർ ക്രൈമുകൾ അല്ലെങ്കിൽ സൈബർ റിലേറ്റഡ് തട്ടിപ്പുകൾ ഏതാണ്ട് 113% കൂടിയിട്ടുള്ളത്. അതൊരു വല്ലാത്ത നമ്പർ തന്നെയാണ് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ. ഇപ്പൊ ഈ ഫൈനാൻഷ്യൽ ഫ്രോഡുകൾ മാത്രം നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഈ പണം തട്ടിക്കുന്ന രീതികൾ മാത്രം നോക്കിക്കഴിഞ്ഞാൽ 2019 കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏതാണ്ട് 1000% കൂടിയിട്ടുള്ളത്. ഇതൊക്കെ ഒരു വല്ലാത്തൊരു പ്രശ്നം തന്നെയാണ്. കാരണം ഈ 2023 മാത്രം ഏതാണ്ട് 1 ലക്ഷത്തോളം കേസുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടുള്ളത്, ഈ ഇൻവെസ്റ്റ്മെന്റ് തട്ടിപ്പുകളും അങ്ങനത്തെ കാര്യങ്ങളും. അതിൽ ഡിജിറ്റൽ അറസ്റ്റിനെ മാത്രം അവർ പറയുന്നത് ഏതാണ്ട് 120 കോടിയാണ് ശരിക്കും അവരതിൽ പറയുന്നത്. ഇത്രയും പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഓൺലൈൻ ട്രേഡിംഗ് ആപ്പുകളുണ്ട്. അതായത് ഓൺലൈൻ ട്രേഡിംഗ് ആപ്പുകളിൽ നിങ്ങൾ കുറച്ച് പണം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 ഇരട്ടിയാവും, അല്ലെങ്കിൽ 3 ഇരട്ടി 4 ഇരട്ടിയാവും എന്ന് പറയുമ്പോൾ ആൾക്കാർ തീർച്ചയായും അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ട്രേഡിംഗ് സ്കാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ട്രേഡിംഗ് തട്ടിപ്പുകൾ വളരെ കൂടുതലാണ്. 1500 കോടിയാണ് ഇവരുടെ റിപ്പോർട്ട് പ്രകാരം നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ എവിടെ നിന്ന് വരും? ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് മാത്രമാണല്ലോ. ഇപ്പൊ നമ്മൾ മറുനാട്ടിലേക്കൊക്കെ ഒരുപാട് ആളുകൾ വിളിച്ച് ഇങ്ങനെ പ്രശ്നം പറയാം. അപ്പൊ നമ്മൾ പറയുന്നത് ഒരു കേസ് കൊടുത്തിട്ട് കൂടി നമുക്ക് അതിന്റെ ലീഗൽ ഫോർമാലിറ്റി, അപ്പൊ അവർക്ക് താല്പര്യമില്ല. പ്രമുഖരായ ആളുകളുണ്ട്, റിപ്പോർട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്തതും ചെയ്യാത്തതുമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ആ കണക്കോട് വന്നാൽ ഇത് വലിയൊരു സംഖ്യയാണ്. അതെ, ഇതൊരു വലിയ സംഖ്യയാണ്. ഇപ്പോ ഇത് എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഇപ്പൊ ഈ ഡിജിറ്റൽ അറസ്റ്റ് അല്ലെങ്കിൽ വെർച്വൽ അറസ്റ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് തുടങ്ങുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ മൂല കാരണം അല്ലെങ്കിൽ മൂല ഹേതു എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ആധാർ ഡേറ്റ ഇപ്പൊ നമ്മള് ലോകമെമ്പാടുമുള്ള പല വെബ്സൈറ്റുകളിലും പല ഡീറ്റെയിൽസ്, ബ്രീച്ചുകൾ അല്ലെങ്കിൽ ഈ സെക്യൂരിറ്റി ഇൻഫർമേഷൻ, ഈ വിവരം ചോരുന്ന കാര്യങ്ങളൊക്കെ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ആധാറാണ് ശരിക്കും പറഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ റെക്കോർഡുകൾ കോംപ്രമൈസ് അല്ലെങ്കിൽ റെക്കോർഡുകൾ ചോരപ്പെട്ട ഒരു സംഭവമായിട്ട് പറയുന്നത്. അപ്പൊ ഈ ആധാർ കുറെ ഇൻഫർമേഷൻ ലീക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട് അത് പലരുടെ അടുത്തും പല ആൾക്കാരുടെയും ആധാർ ഇൻഫർമേഷൻ അവൈലബിൾ ആയിരിക്കാം. അത് 2016
അവര് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എന്നുണ്ടെങ്കിലും 2016 മുതൽ ഇപ്പൊ 2024 വരെ ഏതാണ്ട് ഒരു 8 കൊല്ലത്തോളം നോക്കിക്കഴിഞ്ഞാൽ ഈ 8 കൊല്ലം കൊണ്ട് നമ്മുടെ ഡേറ്റാബേസ് ഈ ആധാർ ഡേറ്റാബേസ് അതിലുള്ള ആൾക്കാരുടെ ഇൻഫർമേഷനൊക്കെ പല സ്ഥലങ്ങളിലും പല ആൾക്കാരുടെ അടുത്തും എത്തപ്പെട്ടിരിക്കാം. അപ്പോൾ വേറൊരു കാര്യം പറയുന്നത് ഇപ്പൊ ആധാർ എനേബിൾഡ് പേയ്മെന്റ് സിസ്റ്റം AEPS എന്ന് പറയുന്നത് അത് ഈ ആധാറിന്റെ ഇൻഫർമേഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന ഫൈനാൻഷ്യൽ ഫ്രോഡ് ഏതാണ്ട് ഹിന്ദുവിൽ വന്ന ഒരു റിപ്പോർട്ട് പ്രകാരം ഏതാണ്ട് 11% തീർച്ചയായിട്ടും അതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. ഇത് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ തട്ടിപ്പുകാര് ആൾക്കാരുടെ ഇൻഫർമേഷൻ ബയോമെട്രിക് ഡേറ്റ, അതായത് ഐറിസ് സ്കാൻ അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ് ഇതൊക്കെ വെച്ചിട്ട് ആധാർ എനേബിൾഡ് പേയ്മെന്റ് സിസ്റ്റത്തിൽ നിന്ന് പണം തട്ടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം അത്രയും ഡീറ്റെയിൽസ് ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാരണം ഇത്. ഇതിപ്പോ ഇന്ത്യ ടുഡേ റിപ്പോർട്ട് പ്രകാരം നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 47% ഇന്ത്യൻ ഹൗസ് ഹോൾഡ്സ്, അതായത് സിറ്റി ലിമിറ്റ്സിലുള്ള അർബൻ ഇന്ത്യൻ ഹൗസ് ഹോൾഡ്സിന് ഏതെങ്കിലും ഒന്നിലധികമോ ഫൈനാൻഷ്യൽ ഫ്രോഡുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. UPI സ്കാം, അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് ഫ്രോഡൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ വളരെ കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട് കാണുന്നത്. ഇതൊരു ഇറ്റ്സ് എ ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ്, അതായത് ഇതൊരു വളരെ ഒരു ചെറിയൊരു വ്യൂവിൽ നമ്മൾ കാണുന്നതാണ്. ശരിക്കുള്ള ഇതിന്റെ ഇമ്പാക്ട് ചിലപ്പോൾ ഇതിനേക്കാളും 10 മടങ്ങ് കൂടുതലായിരിക്കും. അതിപ്പോ നമ്മളിപ്പോ നാഷണൽ ട്രസ്റ്റ് ചെയ്യുന്ന സോഴ്സസ് ഉണ്ടല്ലോ, വളരെ വെരിഫൈഡ് ആയിട്ടുള്ള ട്രസ്റ്റ് ചെയ്യുന്ന മണി ആപ്പ് സോഴ്സസ്, കാര്യങ്ങള് ഒരുപാട് വെരിഫൈഡ് ആയിട്ടുള്ള ഇങ്ങനത്തെയുള്ള ആപ്പുകളിൽ നിന്നൊക്കെ സാധാരണക്കാരായ ആളുകൾ ലോണുകൾ എടുക്കുന്നുണ്ട്. അപ്പൊ അവരുടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആധാർ, പാൻ ഉൾപ്പെടെയുള്ള എല്ലാ ഡീറ്റെയിൽ, അവരുടെ കയ്യിലുള്ള എല്ലാ രേഖകളും അപ്ലോഡ് ചെയ്യണം, ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ വരുന്ന സമയത്തും ഈ സെക്യൂരിറ്റി ബ്രീച്ച് ചെയ്യാനുള്ള സാധ്യതകൾ എത്രയുണ്ട്? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ സൈബർ ലോകത്ത് നമ്മൾ ഒരുപാട് പേടിക്കേണ്ടതുണ്ടല്ലോ. സൈബർ നിയമങ്ങൾ മാത്രമല്ല, ഇത് സൈബറിലുള്ള ഡേറ്റ ഹാൻഡ്ലിംഗ് ഗൈഡ് ലൈൻസ് എത്രത്തോളം സ്ട്രിക്റ്റ് ആണ് എന്നനുസരിച്ചിരിക്കും. അതായത് ഒരാളുടെ ഡേറ്റ കഴിഞ്ഞാൽ ഇപ്പോ ആധാറിന്റെ കാര്യം നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മളൊരു ലോൺ ആപ്പിന് വേണ്ടിയിട്ട്, ലോൺ ആപ്പ് ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണ്. ലോൺ ആപ്പിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ആധാർ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എങ്ങനെ സൂക്ഷിക്കപ്പെടുന്നു, എങ്ങനെയാണ് അത് സേവ് ചെയ്യപ്പെടുന്നത്, ആർക്കൊക്കെ ആക്സസ് കൊടുക്കുന്നുണ്ട്, എത്ര കാലം വരെ അവരത് സൂക്ഷിക്കും, അത് കഴിഞ്ഞാൽ ആ ഡേറ്റ അവരെങ്ങനെയാണ് ഡിസ്ട്രോയ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വൈപ്പ് എന്ന് പറയും, സെക്യൂർ വൈപ്പ് ചെയ്ത് കളയുന്നത്, സെക്യൂർ ഡേറ്റ ഡിസ്ട്രക്ഷൻ എന്ന് പറയും. അത് എങ്ങനെയാണ് ചെയ്യുന്നതിനുള്ള ഗൈഡ് ലൈൻസ് പലപ്പോഴും ഉണ്ടാവാറില്ല. അതൊരു വല്ലാത്ത പ്രശ്നമാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ആർക്കും ഡേറ്റ കളക്ട് ചെയ്യാം, എവിടെ വേണമെങ്കിലും സ്റ്റോർ ചെയ്യാം. അപ്പോൾ ഒരു 10 പേരുടെ ആധാർ ഒരു ആപ്പ് ഉണ്ടാക്കിയിട്ട് ക്രിയേറ്റ് ചെയ്ത ശേഷം അത് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അവർ എന്ത് ചെയ്യുന്നു എന്നുള്ളത് പലപ്പോഴും കൊടുക്കുന്ന ഉപഭോക്താവ്, അതായത് ആസ് എ കൺസ്യൂമർ നമുക്കറിയുന്നില്ല. നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഡിസ്ക്ലോസ് ചെയ്യണം. അങ്ങനെയുള്ള ഒരു മാൻഡേറ്റ് വന്നാൽ മാത്രമേ നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റുള്ളൂ. അത് ഈ ഡേറ്റ പ്രൊട്ടക്ഷൻ ഗൈഡ് ലൈൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് ഒരു പരിധി വരെ നമുക്ക് അറിയാൻ പറ്റും എങ്ങനെയാണ് ഇത് സ്റ്റോർ ചെയ്യുന്നത്, ആരൊക്കെയാണ് ആക്സസ് ചെയ്യുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഒരു സംശയം, നമ്മൾ പലപ്പോഴും ഇപ്പോ എല്ലായിടങ്ങളിലും ബില്ലുകളൊന്നുമില്ല സാധനങ്ങൾ മേടിക്കുന്നത്. പക്ഷെ നമ്മൾക്ക് കൊടുക്കേണ്ടത് മൊബൈൽ ഫോണാണ്. അതിലേക്ക് SMSI ആണ് സാധനങ്ങൾ മേടിച്ചുമ്പോൾ ബില്ലുകൾ വരിക. പല സ്ഥാപനങ്ങളിലും അങ്ങനെയാണ്, പ്രമുഖ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ. അപ്പം ഇങ്ങനെ വരുന്ന തൊട്ട് അടുത്ത സെക്കൻഡ് മുതൽ സ്പാം കോളുകളുടെ ബഹളമാണ് പിന്നീട് നമ്മളെയൊക്കെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളത് അൺവാണ്ടഡ് ആയിട്ടുള്ള നമ്പേഴ്സിൽ നിന്നും ഇന്ന സ്കീം വേണോ, ഇത് ആവശ്യമുണ്ട്, നിങ്ങൾക്ക് ഇന്ന ലോട്ടറി അടിച്ചിരിക്കുന്നു, ഇങ്ങനെയുള്ള സ്കാം കോളുകളുടെ ബഹളമാണ്. എന്റെ അനിയത്തി ഒരു ബാങ്ക് അസിസ്റ്റന്റ് ബാങ്ക് മാനേജറാണ്. അപ്പോൾ ഇങ്ങനെ ഒരു റൂറൽ ഏരിയയിലുള്ള ബാങ്ക് ആയതുകൊണ്ട് തന്നെ സാധാരണക്കാരായ ഇതെല്ലാം കേൾക്കുമ്പോൾ അവരുടെ എന്തെങ്കിലും ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുകയോ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയോ ഒക്കെ ചെയ്ത് ഒരുപാട് പൈസ പോകുന്ന ആളുകളുണ്ട്. അപ്പം ഇങ്ങനെ നമ്മൾ ഒരിടത്ത് നമ്മുടെ സ്വകാര്യ നമ്പർ പബ്ലിഷ് ചെയ്യുമ്പോൾ തുടർച്ചയായി വരുന്ന സ്പാം കോളുകൾ ഉണ്ടാവുന്നു. ഇത് തമ്മിൽ ബന്ധമുണ്ടോ, അതോ ഇത് എങ്ങനെയാണ് നമ്മുടെ പ്രൈവറ്റ് നമ്പർ ഇവരുടെ കൈകളിൽ എത്തുന്നത് എന്നുള്ള ചോദ്യം. തീർച്ചയായിട്ടും ബന്ധമുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളുടെ നമ്പർ നമ്മളിപ്പോ ഏതെങ്കിലും ഡു നോട്ട് ഡിസ്റ്റർബ് DND എന്ന് പറഞ്ഞിട്ടുള്ള ഡേറ്റാബേസിൽ രജിസ്റ്റർ ചെയ്ത ശേഷം നമ്മളെ ആരും വിളിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയില്ല ഡേറ്റാബേസ് മൊത്തത്തിൽ ചോർന്നിട്ടുണ്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഇൻഫർമേഷൻ ഓൾറെഡി ചോർന്നിട്ടുണ്ട്. ഇപ്പോ ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ആധാറിന്റെ ഡേറ്റാബേസ് ചോർന്നത് കൊണ്ട് വേറൊരു പ്രശ്നം, ആധാറായിട്ട് ലിങ്ക് ചെയ്യപ്പെട്ട മൊബൈൽ നമ്പറുകളും അതോടുകൂടി ചോർന്നിട്ടുണ്ടാവണം. ബിക്കോസ് ആധാറിന്റെ ഡേറ്റാബേസിൽ എല്ലാം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആധാർ ആയിട്ടുള്ളത് തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ ഒന്ന് സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ്. ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്
ഡിജിറ്റൽ ലോകത്തെ ഒരു തട്ടിപ്പുകളിൽ യൂസ് ചെയ്യുന്ന നമ്മളുടെ എന്താ പറയുക, ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു തട്ടിപ്പാണത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ഷോപ്പിങ്ങിന് പോയി അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഈ കൂപ്പൺ ഫില്ല് ചെയ്ത് അവിടെ ലക്കി ഡ്രോയിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു അന്താരാഷ്ട്ര വെക്കേഷൻ കിട്ടാനുള്ള ഒരു സാധ്യത പറയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ശരിക്കുള്ള ഇൻഫർമേഷൻ, നമ്മുടെ പേര്, നമ്മുടെ അഡ്രസ്സ്, അല്ലെങ്കിൽ നമ്മുടെ ഇമെയിൽ അഡ്രസ്സ്, അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ നമ്പർ, ഇതൊക്കെ എഴുതി അവിടെ ഇടും. അത് ആരാണ് കളക്ട് ചെയ്യുന്നത്, എങ്ങനെ പ്രോസസ് ചെയ്യപ്പെടുന്നു, എവിടെ സൂക്ഷിക്കപ്പെടുന്നു, ആർക്കൊക്കെ ആക്സസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഒരു അസംഷൻ നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ആധാർ ഡീറ്റെയിൽസ് ഓൾറെഡി ചോർന്നിട്ടുണ്ട് എന്നുള്ളൊരു അസംഷനിൽ ഇരുന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളുടെ മൊബൈൽ നമ്പർ പല ആൾക്കാരുടെ അടുത്ത് ഉണ്ടാകാം എന്ന് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് പ്രിപ്പയർ ചെയ്യാം. അതായത് ഒരു തട്ടിപ്പ് വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നമുക്ക് തീർച്ചയായും പറയാം. ഞാൻ അതിന്റെ കുറച്ച് ടിപ്സ് പറയുന്നുണ്ട്, എങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ തട്ടിപ്പുകൾ കണ്ടുപിടിക്കാൻ പറ്റാവുന്നത് എന്നുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്ക് തോന്നും ഈ ഡിജിറ്റൽ അറസ്റ്റ് ഒക്കെ സാധാരണക്കാർക്ക് വരുന്ന ഇതാണ്, വലിയ വലിയ ആൾക്കാരെയൊന്നും ഇവർ ടാർഗറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് നമുക്ക് തോന്നും. പക്ഷെ അങ്ങനെയല്ല. വർദ്ധമാൻ ഗ്രൂപ്പ്, എക്കണോമിക് ടൈംസിൽ വന്നിട്ടുള്ള ഒരു ആർട്ടിക്കിൾ പ്രകാരം വർദ്ധമാൻ ഗ്രൂപ്പിന്റെ ചീഫ് SP ഓസ്വാൾ എന്ന് പറഞ്ഞിട്ട് ഏതാണ്ട് ഒരു 70-80 വയസ്സുള്ള അദ്ദേഹത്തിനെ 7 കോടിയാണ് ഓൺലൈൻ സ്കാം ആയിട്ട് തട്ടിച്ചിട്ടുള്ളത്. അതായത് CBI ആണ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡിജിറ്റൽ അറസ്റ്റിന്റെ മുമ്പിൽ കൊണ്ടിരുത്തിയിട്ട് 7 കോടിയാണ് തട്ടിച്ചിട്ടുള്ളത്. അതായത് ഇത്രയും വലിയൊരാള്, അതായത് വർദ്ധമാൻ ഗ്രൂപ്പിന്റെ ചീഫ് ആയിട്ടുള്ള ഒരാളാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ഈ തുണിത്തരങ്ങൾ, അതായത് ഒരു ടെക്സ്റ്റൈൽ കമ്പനി, ഒരു സാമ്രാജ്യത്തിന്റെ ആളാണ് SP ഓസ്വാൾ എന്ന് പറയുന്നത്, വർദ്ധമാൻ ഗ്രൂപ്പ്. അതുപോലെ തന്നെ ഒരു ശാസ്ത്രജ്ഞൻ, മധ്യപ്രദേശിൽ വർക്ക് ചെയ്യുന്ന ഒരു ശാസ്ത്രജ്ഞന്റെ ഏതാണ്ട് 71 ലക്ഷമാണ് തട്ടിയിട്ടുള്ളത്. ഇതുപോലെ എക്സ് സർവീസ്മെൻ, അതായത് റിട്ടയർ ആയിട്ടുള്ള ഒരു മേജർ ജനറലിന്റെ, ഒരു ഫേമസ് പെയിന്ററിന്റെ ഭാര്യ, അദ്ദേഹത്തിന്റെ പണം 80 ലക്ഷം രൂപ. തിരുവനന്തപുരത്ത് ഒരു സാധാരണക്കാരിയായ ഒരു പെൺകുട്ടി ചെറിയ ജോലി ചെയ്യുന്നവരാണ്, ഇങ്ങനെ ഡിജിറ്റൽ അറസ്റ്റ് ആയെന്ന് പറഞ്ഞു. 5 ലക്ഷം രൂപയാണ് ലോൺ എടുത്തു കൊടുത്തത് ഇവർക്ക് രക്ഷപ്പെടാൻ. ഇതൊക്കെ ചെറിയ ചെറിയതാ, പക്ഷെ കുറച്ചധികം ആളെ പിടിക്കുന്നുണ്ടല്ലോ. അതൊരു നമുക്കൊരു ഹോപ്പായിട്ട് കാണാൻ സാധിക്കും. നമ്മൾ പ്രശ്നങ്ങൾ മാത്രം അഡ്രസ് ചെയ്യാതെ നമ്മൾ എന്താ ഒരു വ്യക്തി, ഇപ്പൊ ഞാൻ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, മൊബൈൽ ഫോൺ ഡിജിറ്റൽ ലോകത്തിൽ ജീവിക്കുന്ന ഒരാളാണ്, ഒരു ഓൺലൈൻ മാധ്യമ പ്രവർത്തകയാണ്. എന്നെ സംബന്ധിച്ച് സ്കാം ചെയ്യപ്പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ. കഴിഞ്ഞ ദിവസം കൂടെ ഒരാൾ പാൻ കാർഡ് നമ്പർ തരും, നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് അലൗഡ് ആയിട്ടുണ്ട്, ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 10 ലക്ഷം 50 ലക്ഷം ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അപ്പൊ തന്നെ ഒരു ബ്ലോക്ക് ചെയ്തു. അപ്പം ഒരു വ്യക്തി എന്ന നിലയിൽ ഒരാൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെയുള്ള സ്കാമുകളിൽ പെടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇപ്പം ആധാർ ഡേറ്റ ബ്രീച്ചിങ് ഒന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലാത്ത കാര്യമാണ്. എന്നാൽ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. ഒന്നാമത് കോമൺ സെൻസ് അപ്ലൈ ചെയ്യുക. അപ്പൊ കോമൺ സെൻസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പല തട്ടിപ്പുകളിൽ നിന്നും ഒരു പരിധി വരെ നമുക്ക് നമ്മളെ പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പല ടൈപ്പ് തട്ടിപ്പുകളുണ്ട്. ഇപ്പൊ UPI സ്കാം ആവാം, സെക്സ്റ്റോർഷൻ ആവാം, അല്ലെങ്കിൽ ടെലിഗ്രാം ഫ്രോഡ് ആവാം, അല്ലെങ്കിൽ വോയിസ് ബേസ് ചെയ്ത് ക്ലോൺ ചെയ്തിട്ടുള്ള സ്കാം ആവാം. അങ്ങനെ പല ടൈപ്പ് സ്കാമുകൾ നടക്കുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫിയർ സൈക്കോസിസ്, അതായത് ഭീതി ജനിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ പോലീസിന്റെ അടുത്ത് നിന്ന് കോൾ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലോ എൻഫോഴ്സ്മെന്റ് അടുത്ത് നിന്ന് ഒരു കോൾ വന്നു കഴിഞ്ഞാൽ പലരും പേടിക്കും. അതാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ സ്കാം ചെയ്യുന്നവരെ അഡ്വാൻറ്റേജ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ പടി തന്നെ ഈ ഫിയർ ആയിട്ട് നമ്മൾ പേടിച്ചിട്ട് നമ്മളിപ്പോ ഡിജിറ്റൽ അറസ്റ്റ് ആണ് എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞിരിക്കേണ്ട യാതൊരു ആവശ്യവും നമ്മൾ ശരിക്കും പറഞ്ഞാൽ അതിലില്ല. ഇതിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ I4C തീർച്ചയായിട്ടും, അല്ലെങ്കിൽ IC4 അവർ തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട്. അതായത് ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്തായാലും ഇല്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും അതിൽ ചെയ്യാതിരിക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം OTP സ്കാം ആണ്. ഇപ്പോൾ OTP സ്കാം പല വെബ്സൈറ്റുകളും ഇപ്പോൾ ഒരു രണ്ടാമത്തെ ലെവൽ ഓതന്റിക്കേഷൻ, 2 ഫാക്ടർ ഓതന്റിക്കേഷന് വേണ്ടി ഒരു OTP വന്ന ശേഷം മാത്രമേ പല ട്രാൻസാക്ഷൻസും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ലഭിക്കുന്ന OTP ആര് ചോദിച്ചാലും പറഞ്ഞു കൊടുക്കരുത്. ചിലപ്പോൾ വളരെ സംശയം ഇല്ലാത്ത രീതിയിലായിരിക്കും ചോദിക്കുന്നത്. ഇപ്പോൾ എനിക്കറിയാവുന്ന ഒരു കേസിൽ അവരുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഹാക്ക് ചെയ്തത് അങ്ങനെയാണ്. അതായത് ഏതോ ഒരു പാട്ട് മത്സരത്തിൽ ഇങ്ങനെ നമുക്ക് വേണ്ടപ്പെട്ട ഒരു കുട്ടി പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ അവരുടെ വോട്ടിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു 6 ഡിജിറ്റ് നമ്പർ വന്നിട്ടുണ്ടാവും. OTP എന്നല്ല പറഞ്ഞത് അവരോട്,
അവരോട് പറഞ്ഞത് ഒരു 6 ഡിജിറ്റ് നമ്പർ വന്നിട്ടുണ്ടാവും, അതൊന്ന് തരൂ ഓക്കെ. ടീച്ചറെ എന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ അത് കൊടുത്തു, ടീച്ചറുടെ അക്കൗണ്ട് പോയി. അപ്പോൾ അതുകൊണ്ട് ഈ സോഷ്യൽ എഞ്ചിനീയറിങ് ആൾക്കാർ ചോദിച്ചാൽ ഇങ്ങനത്തെ ഡീറ്റെയിൽസ് കൊടുക്കാതിരിക്കുക, പരിചയമില്ലാത്ത ഫോൺ നമ്പറുകളിൽ നിന്ന് കോൾ വന്നാൽ എടുക്കാതിരിക്കുക. കാരണം സെക്സ്റ്റോർഷൻ വേറൊരു ഇതാണ്. അതായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കോൾ വരുന്നു, ഒരു വീഡിയോ കോൾ വരുന്നു, നമ്മൾ ആ കോൾ എടുക്കുന്നു, മറ്റേ എൻഡിലുള്ള ആള് ചിലപ്പോൾ എന്ത് രീതിയിലാണ് വീഡിയോയിൽ വരുന്നത് നമുക്കറിയില്ല. അത് യൂസ് ചെയ്ത ശേഷം നിങ്ങളുടെ ഫോണിൽ നിന്ന് ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പ്രശ്നമുണ്ട്, കാര്യങ്ങൾ ഒതുക്കി തീർക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഈ ഡിജിറ്റൽ അറസ്റ്റിന്റെ അൾട്ടിമേറ്റ് ആയിട്ട് ഇത് പോകുന്നത്. ഇത് ആരും അറിയാത്ത രീതിയിൽ നമുക്ക് ഒതുക്കി തീർക്കാം എന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അതിൽ വീഴാതിരിക്കുക, കോമൺ സെൻസ് യൂസ് ചെയ്യുക, ഇത് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കുക. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കാവുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് എന്താണ് ചെയ്യുന്നത്. അപ്പോൾ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഈ ഫൈനാൻഷ്യൽ ക്രൈംസിൽ ഒരു ഓൺലൈൻ ഫൈനാൻഷ്യൽ ഫ്രോഡോ അല്ലെങ്കിൽ ഓൺലൈൻ ഫൈനാൻഷ്യൽ ക്രൈംസിൽ ഒരു ചെറിയൊരു ഡിക്ലൈൻ വന്നിട്ടുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് ഇതിനൊരു ഓൺലൈൻ സസ്പെക്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ ഏതാണ്ട് ഒരു 12 ലക്ഷത്തോളം സൈബർ ക്രിമിനലുകളുടെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് മാത്രമല്ല ഇതിന്റെ സിഇഒ രാജേഷ് കുമാർ, അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് എത്രയാണ് ഡീറ്റെയിൽസ് വരുന്നത്, അതുപോലെ എത്രത്തോളം റിക്കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത്. 2021 ശേഷം ഈ സെക്ഷൻ, ഈ I4C ഏതാണ്ട് ഒരു 2800 കോടിയോളം പണം തിരിച്ചു പിടിക്കാനുള്ള ഒരു സഹായം അവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതില് 2 രീതിയിൽ ആൾക്കാർക്ക് ഇതിപ്പോ ഷെയിം അല്ലെങ്കിൽ ആൾക്കാർക്ക് നാണമാണ്. അതായത് ഒരു പറ്റിക്കപ്പെട്ടു, ഞങ്ങളിത് റിപ്പോർട്ട് ചെയ്യാതിരിക്കാം എന്നുള്ള ഒരു ഇതിൽ വരുമ്പോഴാണ് ആൾക്കാർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇത് തീർച്ചയായിട്ടും റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടതാണ്. അപ്പൊ എന്തൊക്കെ രീതിയിൽ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാമെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്റർനെറ്റിൽ നിങ്ങൾക്ക് www.cybercrime.gov.in എന്ന് പറഞ്ഞിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റിന് താഴെയുള്ള ഒരു സൈബർ ക്രൈം റിപ്പോർട്ടിംഗ്, നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാം. അതല്ലാതെ നിങ്ങൾ സൈബർ ക്രൈം ഹെൽപ്പ് ലൈനായ 1930 എന്ന നമ്പറിൽ വിളിച്ചും തീർച്ചയായും റിപ്പോർട്ട് ചെയ്യാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡൻ അവർ, കേരള പോലീസിന്റെ വെബ്സൈറ്റിൽ അവർ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഗോൾഡൻ അവർ, ഇങ്ങനെ ഓൺലൈൻ തട്ടിപ്പുകളിൽ എന്തെങ്കിലും പണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആദ്യത്തെ 1 മുതൽ 3 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പണം തിരിച്ചു പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളൊരു ഇതിന് ഒരു വിക്ടിമാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഉടനെ തന്നെ റിപ്പോർട്ട് ചെയ്യുക. ഒരാഴ്ച, 2 ആഴ്ച, 1 മാസം, 2 മാസം ഒക്കെ വെയിറ്റ് ചെയ്ത് സമയം കളയാതെ എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യുക. കുറ്റവാളികളെ കണ്ടെത്താൻ പോലീസിനെ സഹായിക്കുക. ഇതാണ് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം. ഓക്കെ സാർ, മറ്റൊരു ചോദ്യം കൂടെ. ഇപ്പോ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സും എല്ലാവരും വളരെ വ്യാപകമായി ചെയ്യുന്ന ഒരു കാര്യമാണ് റമ്മി കളിക്കൂ പൈസ ഉണ്ടാക്കൂ എന്ന് പറയുന്നത്. മലയാളികളെല്ലാം പോയി, ഞാൻ ഈ വീട് വെച്ചത് റമ്മി കളിച്ചിട്ടാണ്, ഓൺലൈൻ ഗെയിം കളിച്ചിട്ടാണ്. ഇതൊക്കെ റമ്മി കളിച്ചാൽ സാർ വീട് വെക്കാനുള്ള പണം കിട്ടും? സാധാരണക്കാരായ കുട്ടികൾക്ക് വേണ്ടിയാണ് ചോദിക്കുന്നത്, രക്ഷപ്പെടട്ടെ അവരെങ്കിലും. ഇതിപ്പോ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ സ്കാംസ്, ഇപ്പൊ ഈ റമ്മി കളി അതുപോലെ വേറെ പല ഓൺലൈൻ ഗെയിംസ് വെച്ച് നമുക്ക് കാശുണ്ടാക്കാമെന്ന് പറയുന്നുണ്ടെങ്കിലും അതിൽ നിന്ന് അത്രയും അധികം പണം സമ്പാദിച്ച ആൾക്കാരെ നമുക്ക് കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു ടെക്നിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നിങ്ങളൊരു 1000 രൂപ അല്ലെങ്കിൽ 2000 രൂപ 5000 രൂപ ജയിച്ചു എന്ന് പറഞ്ഞ രീതിയിൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും, കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കും. ഇതിപ്പോ ബിഗ് ബോസിന്റെ ടാസ്ക് കൊടുക്കുന്ന പോലത്തെ ഓരോ ഇതാണ്. അതായത് ആദ്യം നിങ്ങൾ ഇത് ചെയ്യൂ, അതിനുശേഷം നിങ്ങൾ ഇപ്പൊ ഓൺലൈൻ റമ്മി കളിക്കുമ്പോൾ ഇതിന്റെ പുറകിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആഡ് റവന്യൂസ് കിട്ടുന്നുണ്ടാവും. അപ്പോ പല പല ആപ്പുകൾ പല രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം, ഇത് വളരെ സെലിബ്രിറ്റി സ്റ്റാറ്റസിലുള്ള ആളുകളാണ് ഇതിന്റെ പരസ്യ അംബാസിഡേഴ്സ് ആയിട്ട് നിൽക്കുന്നത്. അതെ, ഞാൻ സെലിബ്രിറ്റി എൻഡോഴ്സ്മെന്റിന്റെ സൈഡിലേക്ക് പോകുന്നില്ല. പക്ഷേ സെലിബ്രിറ്റി എൻഡോഴ്സ്മെന്റിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുജനം അല്ലെങ്കിൽ അവരെ ആരാധിക്കുന്നവർ തീർച്ചയായിട്ടും അതിൽ വിശ്വസിക്കപ്പെടാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷെ അതിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ചെറുതായിട്ട് തുടങ്ങുമെന്നുണ്ടെങ്കിലും പിന്നെ നിങ്ങൾക്ക് വെർച്വലായിട്ട് ഇരിക്കുന്ന നിങ്ങളുടെ അക്കൗണ്ടിൽ ഇരിക്കുന്ന കാശ് എടുക്കണമെങ്കിൽ നിങ്ങൾ കൂടുതൽ കാശ് അങ്ങോട്ടേക്ക് കൊടുക്കേണ്ടി വരും എന്നുള്ളതൊക്കെ വരുമ്പോഴാണ് ഇങ്ങനത്തെ തട്ടിപ്പുകളിൽ നിന്ന് കൂടുതലായിട്ട് നമ്മളെ കയ്യിൽ നിന്നുള്ള കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം പോകുന്നത്. അത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. നല്ല ജെനുവിൻ ആപ്പുകൾ ഉണ്ടാവാതിരിക്കാം, നമുക്ക് അതിനെപ്പറ്റി ഇപ്പൊ പറയാൻ പറ്റില്ല. പക്ഷെ ഏത് ആപ്പായാലും ഈ ഓവർനൈറ്റ് ഇപ്പൊ പണം ഇരട്ടിപ്പിക്കുക എന്നുള്ള ഒരു ഇത് വരുന്നത് നമ്മുടെ ഒരു സൈക്കോളജിയിലാണ്. അതായത്
എല്ലാവരും നോക്കുന്നത് എങ്ങനെ പണം ഉണ്ടാക്കാമെന്നാണ്. അതില് ഉം. നമ്മൾ നോക്കുമ്പോൾ പെട്ടെന്ന് എങ്ങനെ പണം ഉണ്ടാക്കാമെന്ന് നോക്കിയിട്ടാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ഈ ക്രിപ്റ്റോ ക്രാഷിലൊക്കെ അങ്ങനെ കണ്ടതാണല്ലോ. അതായത് അതെ. ക്രിപ്റ്റോയിലെ ആൾക്കാരുടെ ജീവിത സമ്പാദ്യങ്ങൾ പോയ കേസുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് നമുക്ക് ഇതിനെക്കുറിച്ച് ഇതിപ്പോ നിങ്ങളെ ഇൻഫ്ലുവൻസേഴ്സ് പറയുന്നുണ്ട്. അപ്പൊ അതില് എത്രത്തോളം സത്യമുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ ഇൻഫ്ലുവൻസേഴ്സ് തെറ്റായ കാര്യങ്ങളാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ അതിനെതിരെ ഏഹ്, അതിനെതിരെ നടപടി എടുക്കാനുള്ള നിയമങ്ങളുണ്ടോ എന്നുള്ളത് ഇപ്പോ ഇപ്പോ നിലവിലില്ല. പക്ഷെ പല രീതിയിലും സംഭവിക്കപ്പെടാവുന്നതാണ്. അതായത് തെറ്റായ രീതിയിലുള്ള ഒരു കാര്യം പറഞ്ഞ് ആണ് അവർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവർക്കെതിരെ എന്ത് നടപടി എടുക്കും എന്നുള്ളത് നമുക്കിപ്പോ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിപ്പോ ഒന്നോ രണ്ടോ കേസിൽ വന്നാൽ മാത്രമേ അതൊരു പാറ്റേൺ ആയിട്ട് പിന്നെ മാറുള്ളൂ. അപ്പൊ പിന്നെ ഇത് തീർച്ചയായിട്ടും കുറയേണ്ടതാണ്. ഓക്കെ. സോ വളരെ കാര്യം സാധാരണക്കാർ മുതൽ എല്ലാവരും പണമുള്ള ആളുകൾ ഉൾപ്പെടെ ഏത് റേഞ്ചിലുള്ള ആളുകളും പെട്ടുപോകുന്ന ഒരു അവസ്ഥയിലാണുള്ളത്. പലതും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. ഏതായാലും നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി വരെ വന്ന് പറയേണ്ടി വന്നു, ഡീറ്റെയിൽ അറസ്റ്റ് എന്ന് പറയുന്ന സംവിധാനം ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലേ ഇല്ല. നിങ്ങൾ അതുകൊണ്ട് അങ്ങനെയുള്ള എന്ത് സ്കാം വന്നാലും അത് തിരിഞ്ഞു നോക്കരുത്. ഇനി പെട്ടുപോയാൽ ഉടൻ തന്നെ റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അതിന്റെ തൊട്ടടുത്ത ദിവസം മുതൽ തൊട്ടടുത്ത മണിക്കൂർ മുതൽ വീണ്ടും, അതായത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയേക്കാൾ കൂടുതൽ ഒരാൾക്ക് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യാൻ പറ്റില്ലല്ലോ. പറഞ്ഞിട്ട് പോലും ദാ ഈ നിമിഷം ആരെങ്കിലുമൊക്കെ ഡിജിറ്റൽ അറസ്റ്റിൽ എന്ന വ്യാജേന പണം നഷ്ടപ്പെടുന്നുണ്ടാവും. എന്തായാലും നമ്മളൊരു സൈബർ ലോകത്തിലാണ്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഓരോന്നായി അക്കമിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇത് തീർച്ചയായിട്ടും ഒരു നല്ല അവയർനെസ് വീഡിയോ തന്നെയായിരിക്കും. ഒരുപാട് സന്തോഷം സാർ മറുനാടനോട് ചേർന്നത്. നന്ദി മനുജ. നമസ്കാരം. മറുനാടനും നന്ദി.